ഇന്ന് വൈകുന്നേരം നമുക്ക് കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കപ്പയിൽ നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം. 2 കപ്പയാണ് കേട്ടോ എടുത്തത്, ഒരു ചെറുതും ഒരു വലുതും. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കപ്പ എല്ലാം തോലുകളിൽ മുറിച്ചിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ കുക്കറിൽ വെള്ളവും വേവാൻ പാകത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത്രേ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ കണ്ടിട്ട് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കേട്ടോ. കണ്ടില്ലേ, എന്തോ ഒരു കറുത്ത പാടെല്ലാം ഉണ്ടായി. അപ്പോൾ വെന്ത് വരുമ്പം അറിയാം എങ്ങനെയുള്ള കപ്പയാണെന്ന്. അപ്പോൾ ഞാൻ കപ്പയെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് കപ്പയൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, മുഴുവൻ വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-10 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റാണ് വേറെ. അപ്പോൾ പിന്നെ ഒരു 6-7 വലിയ പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അതിന് ശേഷം കാണിക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയിലൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിലും ഏറ്റവും മുഴുത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വൃത്തിയിൽ കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് പെരക്കി വെക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം, അരമണിക്കൂർ. ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ 4 ഭാഗത്തും എല്ലാ ഭാഗത്തും അതിൻ്റെ ഉപ്പും മഞ്ഞളൊക്കെ പിടിക്കും. ഉപ്പും മഞ്ഞളൊക്കെ നന്നായിട്ട് പെരക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഞാൻ ചിക്കന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച ചിക്കൻ നമ്മൾക്ക് ചെറിയ കുക്കറിൽ ഇട്ടിട്ട് അതൊന്ന് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വിസിലൊന്നും അടുപ്പിച്ചെടുക്കണ്ട. അപ്പോൾ ഞാൻ ഉരുളിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 5-10 കല്ല് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് കളർ മാറട്ടെ. ഉലുവ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി എല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്. അത് എല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പൊടിയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു പച്ച ടേസ്റ്റ് ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. മസാലപ്പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമില്ല എത്ര ഗ്രേവി വേണ്ടെന്ന് വിചാരിച്ചാൽ അതിന് കണക്കായ വെള്ളം കൂടി നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ വേവാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിലൊക്കെ വേണ്ടി വന്നു ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ അമ്മിക്കുട്ടിയുടെ ആ ചെറിയ ഇതില്ലേ അതെടുത്തിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വറവിട്ടിട്ടാ അതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ ചെയ്താലാണ്. അപ്പോൾ ചിക്കൻ കറിയും നമ്മൾക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഇന്ന് രാത്രി എന്താണ് പിന്നെ ഫുഡൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കനും കപ്പയാണ് ഇന്ന്. അപ്പോൾ ഇതാ ഇച്ചിരി ചാറോട് കൂടിയാണ് ആക്കിയിനി. അപ്പോൾ കപ്പൊക്കെ കുറച്ച് ചാറ് വേണമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ആണ് കുറച്ച് ചാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.